പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക്, ഈ അത്ഭുത ദേവാലയത്തിലെ ഈ അത്ഭുത അൾത്താരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. കാരണം ഈ പ്രാർത്ഥന ഈശോ ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയാണ്. കാരണം സാത്താൻ, തിന്മ, ദുഷ്ടപിശാച്, പ്രകൃതി വിരുദ്ധ ശക്തികളെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെതിരെ സഭ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുക. അത് ഈശോ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിച്ച ഒരു ആയുധമാണ് ഡെലിവറൻസ് പ്രാർത്ഥന, പിശാചിൻ്റെ ബഹിഷ്കരണ പ്രാർത്ഥന. സാത്താനെയും അവൻ്റെ സകലവിധ തിന്മയുടെ അരൂപികളെയും ഉച്ചാടനം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എല്ലാ ബന്ധനങ്ങൾ, കെട്ടുകൾ, ആകുലതകൾ, നിരാശകൾ, വിഷാദങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടാൻ പോകുകയാണ്. അന്ധകാര ശക്തികളും തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികളും നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ശാപങ്ങൾ, കലഹങ്ങൾ, കടങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ഞെട്ടലുകൾ, നനച്ചിരിക്കാത്ത സമയത്ത് കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ബന്ധനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ മദ്യം, മയക്കുമരുന്ന്, കലഹങ്ങൾ, വിഷാദരോഗങ്ങൾ, ശാപങ്ങൾ, അസൂയകൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, പ്രാർത്ഥനയില്ലായ്മകൾ, അവിശ്വസ്തതകൾ, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ വട്ടമിട്ട് പറയ്ക്കുക. തെറ്റായ ബന്ധങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ അറിവുകൾ, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ വട്ടമിട്ട് പറയ്ക്കുക. നമ്മൾ ദൈവകൃപയിലല്ലാത്ത സമയത്ത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അത് പാഞ്ഞെടുക്കും. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ കെട്ടുകളിൽ നിന്ന് അഴിയണം, എല്ലാ ഭാരങ്ങൾ അഴിയണം. ഈശോയ്ക്ക് മാത്രമാണ് അതിന് സാധിക്കുക. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനവധി കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അനേകം പേര് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാറാരോഗങ്ങൾ, മരുന്ന് കഴിച്ച് മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന, മരുന്ന് വേണ്ട എന്ന്, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന പീഡകളിലേക്ക് കർത്താവ് തൻ്റെ സ്നേഹസ്പർശം അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൊറിയാസിസ് രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഒരു ക്യാൻസർ രോഗിയെയും, പ്രത്യേകിച്ച് പാൻക്രിയാസിൽ ബുദ്ധിമുട്ടുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വയറ്റിലെ മുഴകൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. അപ്പം അത് മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, ചില മേഖലകളിൽ പിശാച് ബഹിഷ്കരണം വേണം. കർത്താവ് ഇങ്ങനെ നിരന്തരം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ശരീരങ്ങളിൽ രോഗങ്ങൾ, ഇങ്ങനെ സർജറി, ഒരു വിട്ടുമാറാത്ത വിഷമങ്ങൾ, ആശുപത്രിയിൽ നിന്ന് മാറാൻ സമയമില്ലാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കെട്ടങ്ങോട്ട് അടിഞ്ഞു പോകട്ടെ. ആ ബന്ധനം ആ യേശു നാമത്തിൽ ഇല്ലാതായി പോകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് എല്ലാം വിട്ടുമാറട്ടെ. പുതിയൊരു അഭിഷേകം, കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ട, വിശുദ്ധ വചനത്തിൻ്റെ കോട്ട, വിശുദ്ധന്മാരൊരുക്കുന്ന കോട്ട, മാലാഖമാരൊരുക്കുന്ന കോട്ട നിങ്ങളുടെ വീടിനും പറമ്പിനും സ്വത്തിനും നിങ്ങളുടെ മക്കൾക്ക് കാവലായി മാറട്ടെ. അവിടെ ഒരു തിന്മയോ ശാപങ്ങളോ കണ്ണുവെക്കലുകളോ അസൂയകളോ ചാപദോഷങ്ങളോ പ്രബലപ്പെടാതിരിക്കട്ടെ. എന്നെ യേശുവിൻ്റെ നാമത്തിലാണിത് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ വേറൊന്നിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. വേണമെങ്കിൽ താൽക്കാലികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നേടാമെന്നിരിക്കാം. പക്ഷേ ശാശ്വതമായ വിടുതൽ, ശാശ്വതമായിട്ടുള്ള സൗഖ്യാനുഭവം കർത്താവിന് മാത്രമാണ് തരാൻ സാധിക്കുന്നത്. അതിനാണ് കർത്താവ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. അച്ഛനോടൊപ്പം ഒന്ന് പറഞ്ഞ്, കർത്താവായ യേശുവേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇന്ന് എൻ്റെ ശരീരത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും
എൻ്റെ സ്വത്തിനെയും എൻ്റെ യാത്രകളെയും എൻ്റെ പറമ്പിനെയും അവിടെ നിന്ന് തൊടണമേ. എല്ലാ തടസ്സങ്ങൾ, കച്ചവട തടസ്സങ്ങൾ, സ്ഥാപനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പുതിയൊരു ഉണർവ്, പുതിയൊരു വിടുതൽ, പുതിയൊരു ഉയർച്ച ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. ശത്രുക്കൾ ഇല്ലാതാകട്ടെ. ശത്രുദോഷങ്ങൾ, ചാവ് ദോഷങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പാപത്തിൻ്റെ ബന്ധനം, ശാപത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള ശൈശവ സംബന്ധമായ ബന്ധനങ്ങൾ, വാർദ്ധക്യ സഹജമായ രോഗികളുടെ മേലുള്ള, മുതിർന്നവരുടെ മേലുള്ള ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ ആരാധന, യേശുവേ നന്ദി. ഇന്ന് അത്ഭുതം പ്രവർത്തിക്കണം. എൻ്റെ കുടുംബത്തിൽ നിന്ന് അത്ഭുതം നടക്കണം. എൻ്റെ മക്കളിൽ നിന്ന് അത്ഭുതം നടക്കണം. അവർ പരീക്ഷകൾ വിജയിക്കണം. അവരുടെ മത്സര പരീക്ഷകൾ അവർ വിജയിക്കണം. തടസ്സം മാറണം. ഗതിയില്ലാത്ത അവസ്ഥ വിട്ടുമാറണം. ശത്രുക്കൾ തകർക്കപ്പെടണം. കള്ള കേസുകൾ ഇല്ലാതാകണം. കൊടുത്തരക്കാർ തകർക്കപ്പെടണം. ചാവുദോഷക്കാർ, മന്ത്രവാദികൾ തകർക്കപ്പെടണം. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരമുള്ള ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു കയറുന്ന വ്യക്തികൾ, ദുഷ്ടാരൂപികൾ, കുടുംബ തകർച്ചയ്ക്ക് കാരണമാകുന്ന നെഗറ്റീവ് എനർജികൾ, അവിശ്വസ്തത, തെറ്റായ ബന്ധങ്ങൾ, വ്യഭിചാരങ്ങൾ ഇവിടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുക. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അച്ഛനോട് ചേർന്നൊന്ന് വിളിച്ച് ഈശോയേ, 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 അത്ഭുതം പ്രവർത്തിക്കട്ടെ. കുടുംബം രക്ഷപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ജെറമ്യ പ്രവാചകൻ 51-ാം അധ്യായം 50, 51, 52 വരെയുള്ള വചനങ്ങളാണ്. 52, 53 വളരെ ശക്തമായ വചനം, ഇച്ചിരി നീണ്ട വചന. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. ദുഷ്ടാരൂപികളിൽ നിന്ന് ഓടുക, പാപത്തിൽ നിന്ന് ഓടുക, പ്രാർത്ഥനയില്ലായ്മയിൽ നിന്ന് ഓടുക, ദൈവകൃപയിലേക്ക് ഓടുക. വിദൂരത്ത് നിന്ന് കർത്താവിനെ ഓർക്കുക. ഇന്നിപ്പോൾ നീ നിലവിളിക്കുക, കർത്താവേ എന്ന് വിളിക്കുക. ജെറുസലേം നിന്റെ സ്മരണയിലുണ്ടായിരിക്കട്ടെ. പരിഹാസ വചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരും. ഹല്ലേലൂയ. അവ എല്ലാ ദുരാത്മാക്കളെയും, ദുഷ്ടാരൂപികളെയും, തിന്മയുടെ അരൂപികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും, നാശകരമായ ജീവികളെയും തകർക്കുന്ന ദിവസം വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി ഒഴുകണമേ, ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അജയശക്തിയുടെ പിതാവേ, അജയശക്തിയുടെ ഉൽപാദക, പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിൻ്റെ രാജാവേ, സർവശക്തനായ പിതാവേ, സദാ മഹാവിജയം നേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു, പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു. ശത്രുവിൻ്റെ ദുഷ്ടതകളെ യേശുവെ അവിടുന്ന് തകർത്ത് കളയുന്നു. ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞുതുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോടും വിറയലോടും കൂടെ കർത്താവെ അങ്ങയോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് സ്ഥലങ്ങൾ, വീടുകൾ, പറമ്പുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, അങ്ങനെ എല്ലാം പഠന മേഖലകൾ, കർത്താവ് അതിൽ നിന്നെല്ലാം ദുഷ്ടാരൂപികൾ വിട്ടുപോകുന്നു. അന്ധകാര ശക്തികളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നരക പിശാചുക്കളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ ദുഷ്ടപിശാചുക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു.
ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. എല്ലാ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ആമേൻ.